ഹലോ എവ്രിവൺ. ന്യൂസ് നോക്കുമ്പോൾ ഉള്ള നാഷണൽ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ കോalition ഗവൺമെന്റ് ആണല്ലേ. എക്സിറ്റ് പോൾ മാർക്കറ്റ് റൈസ് ചെയ്യുന്നു, ആഫ്റ്റർ റിസൾട്ട് മാർക്കറ്റ് ഡൗൺ ആവുന്നു. സോ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് കോalition ഗവൺമെന്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ചധികം പോയിന്റ്സ് വേണം അല്ലേ. ഇതൊരു കുഞ്ഞു സെഷൻ ആയിരിക്കും കോalition ഗവൺമെന്റ്. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ദിസ് വീഡിയോ ഇസ് നോട്ട് റിലേറ്റഡ് ടു എനി സ്പെസിഫിക് പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ നമ്മുടെ നാട്ടിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടേതായ ഐഡിയോളജീസും ബിലീഫ്സും ഉണ്ട്. തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ചില ഗവൺമെന്റ്സ് വരുമ്പോൾ ഒക്കെ ഇവർ ചെയ്യാൻ പോകുന്ന ഇങ്ങനത്തെ പ്രവൃത്തികളായിരിക്കും, ഇവർ ഇങ്ങനെ അലൈൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കും ചെയ്യുന്നത് എന്ന് നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കുറെ ഐഡിയോളജീസും ബിലീഫ്സും ഓരോരോ പാർട്ടീസിനും ഉള്ളതുകൊണ്ടാണ്. സോ ഇൻ സ്പെസിഫിക് പൊളിറ്റിക്കൽ സെൻസ് ദ ടേം coalition denotes an alliance or temporary union of political forces for forming a single government. ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഉള്ള ഓരോരോ പാർട്ടീസ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിക്കുന്നതിനാണ് നമ്മൾ coalition ഗവൺമെന്റ് എന്ന് പറയുന്നത്. Parties join hand to form a government and exercise political power based on a common agreed program. So ഇവർ വരുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ബിലീഫ്സും ഐഡിയോളജീസും ഉണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അതിവിടെ നടക്കത്തില്ല. കോമൺ ആയിട്ടുള്ള ഒരു എജണ്ടയുടെ പുറത്തായിരിക്കും ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി ഇപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? 1962 ശേഷം ഒരു പെർട്ടിക്കുലർ ഗവൺമെന്റ് തന്നെ 3 ടേംസ് ഇൻ എ റോ വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ദാറ്റ് ഈസ് ലൈക്ക് 10 വർഷത്തിൽ കൂടുതൽ ഒരു ഗവൺമെന്റ് പവറിൽ ഇരിക്കുന്നു എന്നാണ്. ഈ ഇലക്ഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മെച്ചോറിറ്റി കൺട്രോൾ ഉണ്ടാവുക, ആ ഒരു കാര്യം അങ്ങ് പോയി കിട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാർട്ടി തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ നേഷന്റെ ഡെവലപ്മെന്റിന്റെ ആ ഒരു റൂട്ട് എങ്ങോട്ടാണെന്ന് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കും. സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡെമോക്രസി എന്ന് പറയുന്നത് 51% ആൾക്കാരുടെ ഇഷ്ടവും 49% ആൾക്കാരുടെ താല്പര്യമില്ലായ്മയാണ്. അതായത് ഈ 49% ആൾക്കാർ ഈ ഗവൺമെന്റിനെ അല്ല സപ്പോർട്ട് ചെയ്തത്, പക്ഷേ 51% ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ആ ഗവൺമെന്റ് പവറിൽ വന്നു. ആൻഡ് ആ ഗവൺമെന്റ് പവറിൽ വരുമ്പോൾ അവരുടെ സപ്പോർട്ടേഴ്സിനെ മാത്രമല്ല, ലൈക്ക് ഹോൾ 100% ഓഫ് ആൾക്കാരെയും മുൻനിർത്തി വേണം ഓരോ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്ക് കൺട്രോള് കൂടുതൽ ഉണ്ടാകുന്നത് ഒരു നല്ല കാര്യം ആയിട്ട് പൊളിറ്റിക്കലി നമുക്ക് പറയാൻ പറ്റത്തില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദേ മാർക്ക് ദ എൻഡ് of one party having all the control and indicate the return of a coalition government. A group of different parties working together take charge at the national level. ഇനി coalition government ചില പ്രത്യേകതകളാണ് പറയുന്നത്. നമ്മൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഡിഫറെന്റ് ആയിട്ട് പറയുന്നുണ്ട്, അതല്ലാതെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. A coalition means that at least two different groups have to come together to run the government. രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അറ്റ്ലീസ്റ്റ് വരണം ഗവൺമെന്റ് റൺ ചെയ്യാനായിട്ട്. In coalition politics, being practical is more important than sticking to a set of beliefs and ideologies. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പാർട്ടീസിനും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് വരും. ഇപ്പൊ രണ്ട് പാർട്ടീസ് വന്ന് ഗവൺമെന്റ് റൺ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടീസും ഞങ്ങളുടെ ഐഡിയോളജീസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇറ്റ് വോണ്ട് വർക്ക്. ആക്ച്വലി അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രാക്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്താലേ അത് വർക്ക് ചെയ്യും. കൊലിഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഡിഫറെന്റ് ഐഡിയോളജീസ് ഉള്ള ആൾക്കാരാണ്, അവിടെ കോൺഫ്ലിക്റ്റിന്റെ സാധ്യതകൾ കൂടുതലായിരിക്കും. സോ ആ ഒരു ഗവൺമെന്റിന്റെ അകത്ത് തന്നെ വിത്തിൻ ദാറ്റ് സ്മോൾ ഗ്രൂപ്പ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A coalition government agrees on a basic set of plans, but this might not make everyone in the government happy because it doesn't cover everything they want. See, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരേ ഐഡിയോളജീസ് ഉള്ള ആൾക്കാർ പവറിൽ വരുമ്പോൾ തന്നെ അവർക്ക് ഇന്റേണലി കോൺഫ്ലിക്ട്സ് ഉണ്ടാകാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം. അപ്പോഴാണോ കുറെ അധികം ഐഡിയോളജീസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ. ഇനി നമുക്ക് കോalition ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ എഴുതാൻ നമുക്ക് ക്വാട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങൾ നോക്കാം. സോ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കണ്ട ഒരു നല്ലൊരു സെന്റൻസ് ആണ്. If one looks back at India's economic history since 1991, it becomes clear that coalition government have undertaken some of the boldest and most visionary reforms that laid the foundation of India's resurgence. അതായത് ഹിസ്റ്ററിയിലോട്ട് നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും ബോൾഡസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് മേ ബി നമുക്ക് coalition ഗവൺമെന്റ്സ് ആണെന്ന് പറയാം.
അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അറിയില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ സ്ലൈഡിന്റെ എൻഡിൽ കാണും. മറ്റൊന്ന് നമുക്ക് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയതാണ് ഇന്ത്യസ് റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ദാറ്റ് ഈസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് has been ranked as the world's largest public work program, providing social security net to almost 15% of the country's population. World Bank said. So, ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞതാണ് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഓൾമോസ്റ്റ് കൺട്രിയിലെ 15% ഓഫ് ആൾക്കാർക്കും സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയൊരു ആക്ട് ആയിരുന്നു. ഈ ആക്ടിന്റെ പ്രത്യേകത, ഈ ആക്ട് ഇവിടെ പറയാൻ കാരണം എന്താണ്, ഈ ആക്ടും ഒരു കോalition ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. സോ അത് ഏത് കോalition ഗവൺമെന്റ് ആണെന്ന് പോയി നോക്കിയിട്ട് വരിക. നമുക്ക് കോalition ഗവൺമെന്റിനെ കുറിച്ച് പോസിറ്റീവ്സ് നോക്കാം. They can make fair choices that make a lot of people happy. In India, where we have so many different kinds of people, having a government with many parties means more people feel like they have a say. This kind of government is good for states because it listens to what different areas needed, which might not happen if just one party was in charge. സി ഓരോ പാർട്ടീസും പവറിൽ വരുന്നതിന് മുന്നേ ഇലക്ഷന്റെ സമയത്തായിട്ട് ഒരു പ്രചരണം നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ദ അതർ ഗവൺമെന്റ് ചെയ്തത് നമ്മൾ ഒന്നുകൂടെ നന്നാക്കും എന്ന് പറയുമല്ലോ. സോ ആ ഒരു പോയിന്റ് ഓരോ പാർട്ടീസും അവരുടേതായ കുറെ ആൾക്കാരുടെ താല്പര്യങ്ങളായിരിക്കും പറയുന്നത്. നമുക്കിപ്പോ 100 പേരെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനാണോ അതോ ഈ 100 പേരെ 10 പേരുള്ള ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ആ 10 പേരുള്ള ഗ്രൂപ്പിൽ ഒരു ലീഡറിനെ എടുത്ത് ലീഡേഴ്സ് മാത്രമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതാണോ ബെറ്റർ? ഓൾവേസ് രണ്ടാമത് പറഞ്ഞതായിരിക്കും. കാരണം 100 പേരെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. അത് തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും ഉദ്ദേശം. സോ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടെ വരുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിലുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ്സ് നോക്കാം. Government with lot of parties can sometimes have trouble agreeing, which can make them less steady and they might not last long. Coalition governments വരുമ്പോൾ ഒരേ കാര്യത്തിന് തന്നെ പല പല അഭിപ്രായങ്ങൾ വരും. സോ അഭിപ്രായങ്ങൾ ഒത്തുപോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഗവൺമെന്റിന്റെ സ്റ്റഡിനെസ് അവിടെ കുറയാന്നാ പറയുക. ഇനി the prime minister has to ask other parties what they think before making big decisions, which can slow things down. സി ഒരു കോalition ഗവൺമെന്റ് ആകുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യണം, അതിലുള്ള എല്ലാ ഗ്രൂപ്പിന്റെയും ഇഷ്ടങ്ങൾ നോക്കണം. ഇഷ്ടങ്ങൾ ഇൻ ദ സെൻസ് ലൈക്ക് താല്പര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പ്ലാൻ കൊണ്ടുവരുന്നു, അത് നിങ്ങൾ എഗ്രീയിങ് ആണോ അല്ലയോ, എഗ്രീയിങ് അല്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യണം, കൺവിൻസ് ചെയ്യാൻ സമയമെടുക്കും. സോ അങ്ങനെ കാര്യങ്ങൾ സ്ലോ ഡൗൺ ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. Sometimes a special group that helps in making decisions can take away power from the usual group of leaders. It says that special group ഒരു ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വീണ്ടും കൂടുതലാണെന്ന്. ഇനി small parties can end up with a lot of power and ask for more than they should, which isn't always fair. Leaders from one party of the country can push their own ideas too much, and this can make it hard for the whole country to agree on things. ആ കോalition ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് ഇഫ് അവര് കുറച്ച് അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ഹോൾ കൺട്രി നോക്കി നിൽക്കേണ്ടി വരും. കാരണം ഗവൺമെന്റ് ആരാണോ അവരാണ് ആ തീരുമാനം എടുത്തതെന്നാണ് പുറത്തു വരിക. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. There might be too many ministers because they try to include someone from every party. എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ലീഡേഴ്സിന്റെ എണ്ണം കൂട്ടുന്നു, അങ്ങനൊരു ഐഡിയ ആണ് പറയുന്നത്. When things go wrong, people in these governments might point fingers at each other instead of fixing the problem. See, പ്രോബ്ലംസ് വരുമ്പോൾ അത് റിസോൾവ് ചെയ്യാതെ നിങ്ങളുടെ ടീമിന്റെ ഇഷ്യൂ ആണ്, നിങ്ങളുടെ ടീമിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞവരെന്തെയും വിരല് ചൂണ്ടാൻ തുടങ്ങും. സോ ഇത്രയൊക്കെയാണ് കോalition ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റിയ പോയിന്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് അറിയുന്ന പല കാര്യങ്ങളും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളത് ഓർഡറിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.